അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിസ്റ്റർ സ്ട്രീറ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 തരം ചട്നികളാണ്. 4 വ്യത്യസ്ത ടേസ്റ്റുകൾ തരുന്ന ചട്നികൾ. ഇത് ദോശ, ഇഡ്ഡലി, ഊത്തപ്പം ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം ചേർത്ത് ഒരു ഗ്രൈൻഡറിലിട്ട് നല്ല സ്മൂത്തായ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ടൊമാറ്റോ ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി നോക്കാം. ആദ്യമായി ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
ഈ 4 ചട്നികളും 4 വ്യത്യസ്തമായ ടേസ്റ്റുകൾ തന്നെയാണ് തരുന്നത്. അതുപോലെ തന്നെ പല പല നിറങ്ങളായതുകൊണ്ട് തന്നെ ഇത് സെർവ് ചെയ്ത് കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ കാണാനൊരു ഭംഗി തന്നെയാണ്. ചട്നികൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ബാച്ചിലേഴ്സ് സ്പെഷ്യൽ വീഡിയോ ആണ്. ബാച്ചിലേഴ്സിന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചട്നികളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. എൻ്റെ ഫേവറേറ്റ് ഗ്രീൻ ചട്നിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അതുപോലെ തന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞാൻ ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചട്നികളുടെ ഒപ്പം കൂട്ടി കഴിക്കാൻ മസാല ദോശയാണ്. അതുപോലെ തന്നെ ഞാൻ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ 4 തരം ചട്നികളൊക്കെ ആയിട്ട് കിട്ടും, പല പല കളറിൽ. അതുപോലെ തന്നെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓരോ ചട്നിക്കും അതിൻ്റേതായ ഫ്ലേവർ ഉണ്ട്. ചട്നികളെല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്നൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബാച്ചിലർ സ്പെഷ്യൽ വീഡിയോ ആണ്. ബാച്ചിലേഴ്സിന് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണിത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യൂ. താങ്ക് യു. ഞങ്ങളുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോസിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.